ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് കണവ റോസ്റ്റ് അല്ലെങ്കിൽ കണവ ഒലത്തിയത്, കണവ കൂന്തൽ എന്നൊക്കെ പറയുന്ന ഇത് റോസ്റ്റ് ചെയ്ത് ഒലത്തിയതാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ കണവ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു 330 ഗ്രാം കണവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ കണവയാണ്. ആദ്യം ഇതിൻ്റെ ഈ തൊലി ഇതുപോലെ പൊളിച്ചാൽ മതി. അതങ്ങനെ പൊളിഞ്ഞ് കിട്ടിക്കോളും. ഞാൻ തൊലി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ണ്, നീണ്ടിരിക്കുന്ന സാധനം. അപ്പം ഇതിനകത്ത് ഒരു ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു മഷി പോലൊരു സാധനമുണ്ട്, പൊട്ടാതെ. ഇത് ആദ്യം ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതിങ്ങനെ വലിച്ചാൽ മതി, അങ്ങ് ഊരിപ്പോക്കോളും. പിന്നെ ഒരു സ്റ്റിക്ക് പോലത്തെ സാധനമുണ്ട്. പിന്നെ എൻ്റെ കൈ കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിൽ കഴുകിക്കളയുമ്പോഴത്തേക്ക് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ സാധനവും നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിൻ്റെ ഈ ബോളിരിക്കുന്ന ഈ ഭാഗം നമുക്ക് കളഞ്ഞിട്ട് ഈ ഒരു ഭാഗം എടുക്കുന്നവരുണ്ട്. ഇതിപ്പം ഞാൻ എടുക്കുന്നില്ല, കാരണം ഇതിപ്പം ഇതിൻ്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ വലിയത്. ഇതിനകത്ത് ഇതിൻ്റെ തരി പോലെ കാണാം നിങ്ങൾക്ക്. അത് കുഴപ്പമൊന്നുമില്ല. ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് കറിക്ക് യൂസ് ചെയ്യാം. അതേ കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കാം. റിങ് പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. അതേ കണവ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു വട്ടം ഉപ്പിട്ടൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് കൂന്തൽ റോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങൾ 5 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 സവോള. ഇത് രണ്ടും നീളത്തിൽ കട്ട് ചെയ്യുക. മസാലപ്പൊടി ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് വരാം. സവോളയും എല്ലാ സാധനവും ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൂന്തൽ ഞാൻ കുക്കറിലിട്ട് വേവിക്കുകയാണ്. നമ്മൾ ഡയറക്റ്റ് വേവിക്കുന്നതിനേക്കാളും നല്ല കുക്കറിലിട്ട് വേവിക്കുകയാണ്. പെട്ടെന്ന് വെന്തും കിട്ടും, അതുപോലെ വളരെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണോളം മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ഈ മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം. ഈ 3 മസാല മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എരിവിന് കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പിടുക. ചൂടാകുമ്പോഴത്തേക്ക് തന്നെ കൂന്തൽ വെള്ളം ഇറങ്ങും. അപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം മാത്രം, അതായത് നമ്മൾ ഒഴിക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കാരണം അടി ഒന്ന് കുക്കർ കരിയാതിരിക്കാനും. പിന്നെ ഇച്ചിരി ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളമേ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഈ ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലും ഒരു മീഡിയം തീയിൽ 5-6 ഫിസിലൂടെ അടിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇതിൻ്റെ കുക്കർ 5 ഫിസിലും അടിച്ച് ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പാനിലേക്ക് ഇഞ്ചി സവോളയൊക്കെ ഞാനൊരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഈ കറിക്ക് വളരെ നല്ല ടേസ്റ്റ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. കൂന്തൽ കുക്കറിലിട്ട് അടിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് വഴണ്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട്, അതായത് കുക്കറിൽ വേവിച്ചിരിക്കുന്ന കണവ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്.
നിങ്ങളിങ്ങനെ കുക്കറിൽ നിന്ന് ഡയറക്റ്റ് ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, ദേഹത്ത് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിളക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളം പറ്റിച്ചെടുക്കണം. കണവ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വളരെ നല്ല സോഫ്റ്റുമാണ്. മറ്റേത് നമ്മൾ ഡയറക്റ്റ് അല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും, ഒത്തിരി നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആകും. അപ്പം അതിലും നല്ല എളുപ്പമാണ് ആദ്യം കുക്കറിലിട്ട് മസാല ഇട്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും വളരെ നല്ല എളുപ്പം. ഇതിൻ്റെ തൊട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുവാണ്. എരിവിന് ഈ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ എൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ. കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി കമൻറ്റ്സ് പറയണം, ഉണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വളരെ നല്ല ടേസ്റ്റാണ്, വളരെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണിത്. അപ്പം അടുത്ത റെസിപ്പിയെ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.